ആൻഡ് വെൽക്കം ടു യാനിസ്റ്റ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു ക്രോഷ്യറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഏർണിങ്സ് കിട്ടിത്തുടങ്ങും എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ ക്രോഷ്യറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ക്രോഷ്യറ്റ് ബിസിനസ് ചെറുതായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എൻ്റെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും റിലേറ്റഡ് ക്രോഷ്യറ്റ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ വീഡിയോസിൽ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു കമൻറ്റ് ആയിരുന്നു, ഇതിൽ നിന്ന് എന്തെങ്കിലും ഏർണിങ്സ് കിട്ടുമോ, എത്ര കാലം എടുക്കും, നിങ്ങൾ എത്ര ചെയ്യേണ്ടി വരും എന്നതിനെക്കുറിച്ച്. ക്രോഷ്യറ്റ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് പെട്ടെന്ന് ഇപ്പം നമ്മളൊരു പലചരക്ക് കട സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് ഓർഡേഴ്സും ഏർണിങ്സ് കിട്ടി തുടങ്ങില്ല. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മളിപ്പം കാണുന്ന ക്രോഷ്യറ്റ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു നിലയിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കും ആ ഒരു പൊസിഷനിലെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഇനിഷ്യലി ചെറിയ രീതിയിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ അതിനെ വലുതാക്കി കൊണ്ടുവരണം. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഏർണിങ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇനീഷ്യലി നമുക്ക് ഒരുപാട് ലോസ് വന്ന് നമുക്ക് അതിനോടുള്ളൊരു ടെൻഡൻസി പോകും അത് ചെയ്യാനുള്ള, നമ്മളത് വെറുത്തു പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു രീതിയിൽ ചെറുതായിട്ടാണ് ഇത് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ ക്രോഷ്യറ്റ് ബിസിനസ്സിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് കിട്ടാൻ അതിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതനുസരിച്ചാണ് നമുക്ക് എത്ര പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ എത്ര സമയം എടുക്കും എന്നതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം സംസാരിക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് നിങ്ങളുടെ സ്കിൽ ലെവൽ. നിങ്ങളിപ്പം ഇന്ന് ക്രോഷ്യറ്റ് പഠിച്ച ഒരാളാണ്, നിങ്ങളിപ്പോൾ ഇന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 1 വീക്ക് കൊണ്ട് നിങ്ങൾ ക്രോഷ്യറ്റ് പഠിച്ചു. ആ 1 വീക്ക് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. പിന്നെ അടുത്ത വീക്കിൽ നിങ്ങൾ കുറച്ച് പ്രോഡക്റ്റ്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 1 മന്ത് കൊണ്ട് നിങ്ങളൊരു കുറച്ച് പ്രോഡക്റ്റ്സ് തുടങ്ങി. അത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ അതിനൊരു ബിസിനസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ സാധാരണ ഇപ്പം 10 വർഷമായിട്ടോ 5 വർഷമായിട്ടോ ക്രോഷ്യറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂടത്തിൽ നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു ബിഗിനറാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റിന് അതിൻ്റെതായിട്ടുള്ള കുറേ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് നമ്മുടെ ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിലും നമ്മൾ ചെയ്യുന്ന രീതികൾക്കൊക്കെ നമ്മൾ കുറേ കാലം ചെയ്ത് വരുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് മാറുന്നത്. അതിനർത്ഥം നമ്മൾ ബിഗിനർ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ എക്സ്പേർട്ടായിട്ട് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അതല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. നമുക്കതൊരു ഓർഡർ ആയിട്ട് മാറാനും ആളുകളിലേക്ക് എത്താനുമുള്ള കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അത് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ പേജിന് റീച്ച് കിട്ടുകയും അതിനനുസരിച്ച് ഓർഡേഴ്സ് കൂടുതൽ വരാനും സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ മന്ത്ലി ട്വൈസോ അല്ലെങ്കിൽ ത്രൈസോ ഒക്കെ ആണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രയും റീച്ച് കുറവേ വരുള്ളൂ. അതുകൂടാതെ ഒരാൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ഒരു റീലിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് അത് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മുടെ പേജ് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് പോസ്റ്റ്, ഒരു പോസ്റ്റ് കഴിഞ്ഞ് അടുത്ത പോസ്റ്റ് 2 വീക്സ് ബാക്കാണ് അല്ലെങ്കിൽ 1 മന്ത് ബാക്കാണ്. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആൾക്ക് ഇത് ജെനുവൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് വരും. പിന്നെ അതൊട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിസ്റ്റൻസി എത്ര കൂടുന്നോ, നമുക്കിപ്പോൾ ഡെയിലി 1-2 പോസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡെയിലി ഓരോ പോസ്റ്റ് ചെയ്യുന്ന, 2 ദിവസം കൂടുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആണ്. അതിനനുസരിച്ച് ആളുകളെ സപ്പോർട്ടും കിട്ടും, അതിനനുസരിച്ച് റീച്ചും കിട്ടും, ഓർഡേഴ്സും കിട്ടും. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ബിസിനസ്സിലെയും പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രൈസിങ്ങും. അത് ക്രോഷ്യറ്റ് ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രൈസിങ് അനുസരിച്ച് നമുക്ക് ഓർഡർ കിട്ടുന്നതിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും. നമ്മുടെ പ്രോഡക്റ്റ് അഫോർഡബിൾ ആണെന്ന് കസ്റ്റമർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഓർഡർ കൂടുതൽ വരും. നമ്മളിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് പ്രൈസ് അത്യാവശ്യം ഇടാം. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് അതിനോട് കൂറ് പുലർത്തുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. അല്ല, നമ്മൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രൈസ് അത്രയും കുറച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ച് നമുക്ക് ഓർഡർ കൂടുതൽ വരും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റും അഫോർഡബിൾ ആയി കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആയിരിക്കണം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അങ്ങനത്തെ കേസിൽ നമ്മൾ വലിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് സമയം കൊല്ലുന്ന പ്രൊഡക്റ്റുകളുണ്ടാകും. അതായത് ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷേ കുറേ ടൈം വേണം ചെയ്യാൻ. അങ്ങനത്തെ പ്രൊഡക്റ്റ് ചെയ്യാതെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം കുറയും. അപ്പോൾ നമുക്ക് അത്രയും പ്രൈസ് കുറച്ച് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ. ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ എങ്ങനെ കിട്ടുന്ന, അല്ലെങ്കിൽ എത്ര കാലം എടുക്കും എന്നതിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് അറിയേണ്ടത് നമുക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ്
സ്കിൽ ലെവൽ അനുസരിച്ച് ഏണിങ്ങിനുള്ള സമയവും എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും നമുക്ക് ആവറേജ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് പറയാം. അപ്പം നമ്മൾ അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് ആവറേജിനേക്കാളും കൂടുതൽ സമയം അവർക്ക് ഇടും. എന്നാലും നിങ്ങൾ കുറച്ചൊക്കെ അറിയുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ഓർഡർ, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഓർഡർ നമ്മൾ ഒരു 3 weeks to 3 months ഉള്ളിലേ നമുക്ക് കിട്ടാൻ പോകണുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചിലർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പ് കിട്ടുമായിരിക്കും. പക്ഷേ നമ്മൾ 3 weeks to 3 months ഉള്ളിൽ നമ്മൾ അത് കൺസിസ്റ്റൻ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം, അഫോർഡബിൾ പ്രൊഡക്ട്സ് ചെയ്യണം, നല്ല നീറ്റായിട്ട് ചെയ്യണം. അപ്പോൾ മാത്രമേ ഇത് നടക്കുള്ളൂ. അപ്പോൾ അതൊരു 3 weeks to 3 months ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണ്. ഞാനിപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി 3 weeks ഓർഡർ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കരുത്. ഇതൊക്കെ നമുക്ക് ഏകദേശ കണക്കുകളാണ്, അത് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എത്ര സമയം എടുക്കും. ഇനിയിപ്പോൾ 1 week കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 3 weeks to 3 months ഉള്ളിലേ നമുക്ക് ഫസ്റ്റ് ഓർഡർ വരുള്ളൂ. ഇനി നമുക്ക് ഒരു അത്യാവശ്യം സ്റ്റഡി ആയിട്ട് കുറച്ച് ഓർഡേഴ്സൊക്കെ വരാൻ, അതായത് ഒന്ന് കൂടുതൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ വീക്കിലി ഒരു 2-3 ഓർഡേഴ്സ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേജ് ആവണമെങ്കിൽ അതിനൊരു 4 to 6 months 7 months കൂട്ടാൻ നമുക്കൊരു 4 to 7 months ടൈം എടുക്കും. അപ്പോൾ അത്രയും കാലം നിങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓർഡർ വരാൻ തുടങ്ങും. ഡെയിലി 1 അല്ലെങ്കിൽ വീക്കിലി 3-4 അങ്ങനെ നമുക്ക് ഓർഡർ വരാൻ തുടങ്ങണമെങ്കിൽ ഒരു 4 to 7 months എന്തായാലും നമുക്ക് എടുക്കും. പിന്നെ നമുക്ക് ഒരു ഫുൾ ടൈം ഓർഡേഴ്സ് വരാൻ തുടങ്ങും, അതായത് ഡെയിലി ഓരോ ഓർഡറെങ്കിലും കിട്ടും. ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിൽ 1 year എങ്കിലും എടുക്കും. 1 year കൂടുതൽ എടുക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്ക് കൂടുതലായിട്ട് നല്ലൊരു ഇൻകം കിട്ടാനുള്ളൊരു ടൈമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയും സമയം എടുക്കും. ഇപ്പം നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി ഞാൻ വിചാരിക്കും. നമുക്ക് ഏർണിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും, അതിനെന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.